അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഒരു മുസ്ലിം ആംഗിൾ കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഇങ്ങരുടെ മക്കൾ ആണ് ആദ്യം ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ഒരു മുസ്ലിം പ്രശ്നമാകുന്നത്? എന്തോ മുസ്ലിം തീവ്രവാദി, നിങ്ങൾ പോയിട്ട് മുസ്ലിം തീവ്രവാദികളെ പിടിക്കുക, അവരെയാണ് എല്ലാ പ്രശ്നവും ഉണ്ടാക്കിയത് എന്നൊക്കെ ആക്രോശിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവർ മാത്രമല്ല നിഷാദ്, ഒരു ടെലിവിഷൻ ചാനലിൻ്റെ റിപ്പോർട്ടർ പറയുകയാണ് ഇത് വർഗീയ പ്രശ്നമായിട്ട് മാറാൻ ഇടയുള്ളത് കൊണ്ട് പോലീസ് കരുതലോടെയാണ് നോക്കുന്നത്. ഒരു ഭാഗത്ത് തീവ്ര ഹിന്ദു സംഘടനകളും മറുഭാഗത്ത് തീവ്ര മുസ്ലിം സംഘടനകളും സംഘടിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു പൊതു ട്രെൻഡായിട്ട് മാറുകയാണ്. ഈ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു എന്താ പറയുക, ഒരു സേഫ് ഹാർബറായിട്ട് അതിലൊരു മുസ്ലിം ആംഗിൾ കൊണ്ടുവന്നാൽ മതി. കമ്മ്യൂണലി പ്രയോജനപ്പെടുത്തുക എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സുവർണാവസരം ടീമുണ്ടല്ലോ, സുവർണാവസരം ടീം ഇതിനെ പരമാവധി തുടക്കത്തിലൊന്ന് നോക്കി ഇതിൽ വല്ല സുവർണാവസര സാധ്യതകളുണ്ടോ എന്നുണ്ട്. പബ്ലിക്കിൻ്റെ സപ്പോർട്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇത് നമ്മൾ കൈവച്ചാൽ ഇത് മോശമാകും. കാരണം പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായ മനുഷ്യർ കുറച്ചധികമുള്ളൊരു നാടാണല്ലോ നമ്മുടെ. അപ്പോൾ ഇതുമെന്ന് സുവർണാവസരം എടുക്കാൻ പറ്റില്ല എന്ന് അവർക്ക് തന്നെ തോന്നി എന്നുള്ളതാണ് അവരുമായി ബന്ധപ്പെട്ട പല ആളുകളുടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ പോകുമ്പോൾ തോന്നുന്നത്. വെറുതെ അയമ കയറി പിടിക്കണ്ട എന്ന്. പക്ഷേ സൈഡിൽ കൂടെ അഭിഭാഷകനൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അവരുടെ തന്നെ യുവമോർച്ചയുടെ ആൾ അഭിഭാഷകനായി വരുന്നുണ്ട്. പുള്ളി ടെലിവിഷൻ ചാനലിൽ വന്നിട്ട് ഈ സമാധിയുടെ സൈദ്ധാന്തികതയൊക്കെ വിശദീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഒരു മുസ്ലിം ആംഗിൾ കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഇങ്ങരുടെ മക്കൾ ആണ് ആദ്യം ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ഒരു മുസ്ലിം പ്രശ്നമാകുന്നത്? എന്തോ മുസ്ലിം തീവ്രവാദി, നിങ്ങൾ പോയിട്ട് മുസ്ലിം തീവ്രവാദികളെ പിടിക്കുക, അവരെയാണ് എല്ലാ പ്രശ്നവും ഉണ്ടാക്കിയത് എന്നൊക്കെ ആക്രോശിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവർ മാത്രമല്ല നിഷാദ്, ഒരു ടെലിവിഷൻ ചാനലിൻ്റെ റിപ്പോർട്ടർ പറയുകയാണ് ഇത് വർഗീയ പ്രശ്നമായിട്ട് മാറാൻ ഇടയുള്ളത് കൊണ്ട് പോലീസ് കരുതലോടെയാണ് നോക്കുന്നത്. ഒരു ഭാഗത്ത് തീവ്ര ഹിന്ദു സംഘടനകളും മറുഭാഗത്ത് തീവ്ര മുസ്ലിം സംഘടനകളും സംഘടിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഏത് മുസ്ലിം സംഘടനയാണ് ഇതിൽ സംഘടിച്ചതെന്ന് അറിയില്ല. പക്ഷേ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സമാധി സ്റ്റാറായിട്ടുള്ള ആ മകനുണ്ടല്ലോ, അവനിത് പിന്നെ ഒരു മുസ്ലിം പ്രശ്നമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അവനെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം വെച്ചാൽ അതൊരു പൊതു ട്രെൻഡായിട്ട് മാറുകയാണ്. ഈ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു എന്താ പറയുക, ഒരു സേഫ് ഹാർബറായിട്ട് അതിലൊരു മുസ്ലിം ആംഗിൾ കൊണ്ടുവന്നാൽ മതി. ഇപ്പോൾ രാഹുൽ ഗാന്ധി വിജയിച്ചത് മുസ്ലിം തീവ്രവാദികളുടെ പിന്തുണ കൊണ്ടാണ്. പ്രിയങ്ക ഗാന്ധിക്ക് ഇത്രയും ഭൂരിപക്ഷം കിട്ടിയത് മുസ്ലിം തീവ്രവാദികളുടെ പിന്തുണ കൊണ്ടാണെന്ന് ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തിന് പ്രസംഗിക്കാമെങ്കിൽ ഈ സമാധി സ്റ്റാറിനും അങ്ങനെയും പ്രസംഗിക്കാമല്ലോ, അങ്ങനെ പറയാം, ബൈറ്റ് കൊടുക്കാമല്ലോ. മുസ്ലിം തീവ്രവാദികളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ CPM-ൻ്റെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുകയാണെങ്കിൽ എന്തായാലും അവർ സനന്ദിന് ഇങ്ങനെയും പറയാം. അങ്ങനത്തെ ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു കാടങ്ങോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ എന്തും ചെയ്യാം. എന്ത് അന്ധവിശ്വാസവും എന്ത് വിഡ്ഢിത്തരവും എന്തും അതിലൂടെ അങ്ങ് വിറ്റഴിഞ്ഞ് പോകുമെന്ന് ഒരു സാധ്യതയുണ്ട്. അതിനാണ് അവർ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചത്. പക്ഷേ അതും പാളിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല കേട്ടോ. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് എന്ന മട്ടിലാണ് പ്രതികരണങ്ങൾ. നാളെ രാജകീയമായ മഹാസമാധി കൊടുക്കുമെന്ന് ചന്ദ്രശേഖരൻ പ്രസ്താവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ വലിയ ചടങ്ങ് നടക്കുകയായിരിക്കും. അവിടെ എന്തെങ്കിലും അമ്പലമോ അല്ലെങ്കിൽ സമാധി സ്ഥൽ ഒക്കെ സ്ഥാപിക്കപ്പെട്ടേക്കും. അങ്ങനെ അതൊരു ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായി മാറുകയാണെങ്കിൽ അത് വരുമാനം ഉണ്ടാവും. അതുകൊണ്ട് നാട്ടുകാർക്ക് എന്താ ഉപകാരം കിട്ടുകയാണെങ്കിൽ ഉപകാരം കിട്ടട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്.